അജ്മൽ അമീറിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ പരാതി ഉന്നയിച്ച് മറ്റ് പെൺകുട്ടികളും രംഗത്ത്. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ലെന്നും ഇതുപോലെ അനുഭവങ്ങൾ ഉണ്ടായതായും പെൺകുട്ടികൾ സമൂഹ മാധ്യമങ്ങളിലൂടെ വെളിപ്പെടുത്തി. അജ്മൽ കഴിഞ്ഞ ദിവസം നൽകിയ വിശദീകരണ വീഡിയോയുടെ താഴെ കമന്റ് രൂപേണയാണ് പല പെൺകുട്ടികളും ദുരനുഭവം തുറന്നു പറഞ്ഞത്. സിനിമാ പ്രൊമോഷനിടെ സഹപ്രവർത്തകയോട് മോശമായി പെരുമാറിയെന്നാണ് അജ്മലിനെതിരായ ആരോപണം. വിവരങ്ങളുമായി ഹരികൃഷ്ണൻ. ഹരി, വിശദീകരണത്തിൽ അത് AI ജനറേറ്റഡ് ഓഡിയോ ആണെന്നൊക്കെയാണ് ഈ അജ്മൽ പറഞ്ഞിരുന്നത്. പക്ഷേ ആ വിശദീകരണം അജ്മലിന് തന്നെ വിനയാവുകയാണോ? എന്തൊക്കെയാണ് ഇതിന് താഴെ ഈ കമന്റുകളുമായി എത്തുന്ന കൂടുതൽ പെൺകുട്ടികൾ പറയുന്നത്? ആദ്യം തന്നെ അജ്മലിനെതിരെ ഇങ്ങനെ ശക്തമായ രീതിയിൽ ആരോപണം വന്ന സമയത്ത്, അജ്മലിന്റെ ഓഡിയോ ക്ലിപ്പുകൾ ഉൾപ്പെടെ പുറത്തു വന്ന സമയത്തും സമൂഹ മാധ്യമങ്ങളിൽ അജ്മലിനെതിരെ വലിയ ശക്തമായ രീതിയിൽ തന്നെയാണ് പ്രതിഷേധം ഉയർന്നിരുന്നത്. ആ സാഹചര്യത്തിലാണ് അജ്മൽ ഇങ്ങനെ ഒരു വിശദീകരണ വീഡിയോ രംഗത്തെത്തുന്നത്. അജ്മൽ പറഞ്ഞിരുന്നത് ഇതൊരു ഫാബ്രിക്കേറ്റഡ് വീഡിയോ ആണ്, ഇതൊരു AI ജനറേറ്റഡ് ഓഡിയോ ആണ്, ഇത് ബ്രില്യന്റ് എഡിറ്റിംഗ് ആണ്. ഇത് മൂന്നുമായിരുന്നു അജ്മൽ മുന്നോട്ട് വെച്ചിരുന്ന കാര്യം. ഈ വീഡിയോയുടെ താഴെ കമന്റ് ബോക്സിലാണ് നിരവധി പെൺകുട്ടികൾ, അതാണ് ഇത് ഒറ്റപ്പെട്ടൊരു സംഭവമല്ല, ഇതൊരു പേഴ്സണൽ ലൈഫ് അല്ല, ഇതുപോലെ അജ്മൽ നിരവധി പെൺകുട്ടികളെ തന്റെ വലയിൽ വീഴ്ത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ള പല കഥകളും അത് സമൂഹ മാധ്യമങ്ങളിലൂടെ പല പെൺകുട്ടികളും തുറന്നു പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ ഒരുപാട് പെൺകുട്ടികൾ, സത്യം പറയുകയാണെങ്കിൽ ഈ കമന്റ് ബോക്സിൽ ഉൾപ്പെടെ വിശദീകരിക്കാത്ത പെൺകുട്ടികൾ ഉൾപ്പെടെ ഉണ്ട്. പല ഓഡിയോ ക്ലിപ്പുകളും നമ്മുടെ കയ്യിലും കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിൽക്കുന്ന ഒരു അവസ്ഥയിൽ തന്നെയാണ് അജ്മൽ. അതുകൊണ്ട് തന്നെ അജ്മലിന്റെ ന്യായീകരണങ്ങൾ തീർത്തും വില പോകില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിരവധി പെൺകുട്ടികളാണ് അവർ നേരിട്ട ദുരനുഭവങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വന്ന് പറഞ്ഞിരിക്കുന്നത്. അതിൽ പല രീതിയിലുമുണ്ട്. അതായത് ഒന്നുകിൽ ചാറ്റ് ചെയ്ത് നേരിട്ട് കാണണമെന്ന് ആവശ്യപ്പെടുന്നു. അത് സിനിമാ പ്രവർത്തകർക്കിടയിൽ പോലും അജ്മലിനിടയിൽ ദുരനുഭവം ഉണ്ടായിട്ടുള്ളതായി പറയുന്നു. പല മാധ്യമ പ്രവർത്തകർക്കിടയിൽ പോലും ഉണ്ടായിട്ടുണ്ട് എന്നത് പോലും ഉണ്ട്. അങ്ങനെ പല പല രീതിയിലും അജ്മൽ ഇങ്ങനെ അജ്മലിന്റെ ഇന്റർവ്യൂ എടുക്കാൻ വരുന്ന പെൺകുട്ടികളോട് പോലും മോശമായ രീതിയിൽ പെരുമാറിയിട്ടുണ്ട് രീതിയിൽ തന്നെയാണ് നിൽക്കുന്ന ഒരു സാഹചര്യം. പക്ഷെ നിലവിൽ അജ്മലിന്റെ ഈ കമന്റ് ബോക്സിനിടയിൽ ഇങ്ങനെ തനിക്കും ദുരനുഭവം ഉണ്ടായിട്ടുള്ളതായി പല പെൺകുട്ടികളും വന്ന് അവർ തുറന്നു പറയുന്ന ഒരു സാഹചര്യം അത് മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. ഇതുപോലെ പല പെൺകുട്ടികളും അജ്മലിന്റെ ഈ വലയിൽ വീഴാൻ പോവുകയോ അല്ലെങ്കിൽ അജ്മലിന്റെ വല വിരിച്ചതുമായിട്ടുള്ള പല കഥകളും പുറത്തു വരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അത് ആ രീതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ മാറുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു AI ജനറേറ്റഡ് വീഡിയോ ആണ് അല്ലെങ്കിൽ ഓഡിയോ ക്ലിപ്പാണെന്ന് പറഞ്ഞ് കൈ കഴുകാൻ അജ്മലിന് സാധിക്കില്ല. കാരണം നിരവധി പെൺകുട്ടികളാണ് അവർ നേരിട്ട ദുരനുഭവങ്ങൾ തുറന്നു പറയാൻ വേണ്ടി ശ്രമിച്ചത്. ഇതിൽ ഏറ്റവും ഒടുവിൽ അജ്മലിനൊപ്പം പ്രവർത്തിച്ചിരുന്ന ഒരു പെൺകുട്ടിയെ പോലും അജ്മൽ ഇതുപോലെ പുറകെ നടക്കുകയും ഇതുപോലെ വലിവിരിക്കാൻ ശ്രമിച്ചതുമായിട്ടുള്ള വെളിപ്പെടുത്തലും കൂടി പുറത്തു വരുന്ന സാഹചര്യത്തിനിടയിലാണ് ഇത് പല പെൺകുട്ടികൾക്കിടയിൽ മാത്രമല്ല തന്റെ സഹപ്രവർത്തകരോട് പോലും അജ്മൽ ഈ രീതിയിൽ മോശമായി പെരുമാറുന്ന പല സിറ്റുവേഷൻസും ഉണ്ടായിട്ടുണ്ട്. ഇത് സിനിമാ മേഖലയിൽ ഒട്ടാകെ തന്നെ ഈ രീതിയിലും അജ്മൽ പെരുമാറിയിട്ടുണ്ട് എന്നുള്ള രീതിയിലേക്കും കാര്യങ്ങൾ മാറുന്നത്. അതുകൊണ്ട് തന്നെ അജ്മലിന്റേതായി പുറത്തു വന്ന ആ ഓഡിയോ ക്ലിപ്പ് ഒറ്റപ്പെട്ട സംഭവമല്ലെന്നും അത് തങ്ങൾക്കിടയിലുള്ള ഒരു പേഴ്സണൽ ലൈഫ് മാത്രമല്ല, കാരണം ഇതിനകത്ത് പല പെൺകുട്ടികളും അഫക്റ്റഡ് ആയിട്ടുണ്ട് എന്നുള്ള രീതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ മാറി വരുന്നത്. അജ്മലിന്റെ ഈ ഒരു വിശദീകരണ വീഡിയോ കഴിഞ്ഞ ദിവസം വൈകുന്നേരമാണ് പുറത്തു വരുന്നത്. അജ്മലിനെതിരെ വന്ന ഓഡിയോ ക്ലിപ്പ് വന്നത് 2 ദിവസങ്ങൾക്ക് മുമ്പാണ്. ഏകദേശം 48 മണിക്കൂറിന് ശേഷമാണ് അജ്മൽ ഈ ഒരു വിശദീകരണ വീഡിയോ ഇടുന്നത്. ആ വീഡിയോയ്ക്ക് പിന്നാലെയാണ് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലുമായി അജ്മലിന്റെ ഈ വീഡിയോയ്ക്ക് പിന്നാലെയുള്ള കമന്റ് സെക്ഷനിൽ പല പെൺകുട്ടികളും ധൈര്യപൂർവ്വം വന്ന് തുറന്നു പറയുകയും അവർക്ക് നേരിടേണ്ടി വന്ന കാര്യങ്ങൾ അക്കമിട്ട് നിരത്തിക്കൊണ്ട് അജ്മലിനെതിരെ തുറന്ന് സംസാരിക്കുന്ന കാര്യത്തിലേക്കും രംഗത്തെത്തുന്നത്. അതിന് പിന്നാലെയാണ് ഇതൊരു വലിയ വലവീഴ്ച തന്നെയാണ് അജ്മലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള പല പെൺകുട്ടികൾക്കും ഇതുപോലെ അനാവശ്യമായ രീതിയിൽ മെസ്സേജുകൾ അയക്കുകയും സ്റ്റോക്ക് ചെയ്യുകയും ഈ ഓഡിയോ കോളുകൾ വീഡിയോ കോളുകൾ ചോദിക്കാതെ തന്നെ ഇങ്ങനെ വിളിച്ച് ശല്യപ്പെടുത്തുകയും ചെയ്യുന്ന ഈ നടന്റെ പ്രവൃത്തികളിലേക്ക് തന്നെയാണ് പല രീതിയിലും മാറുന്നത്. അതുകൊണ്ട് തന്നെ അജ്മൽ പല സിറ്റുവേഷൻസിലും എക്സ്പോസ്ഡ് ആവുന്ന രീതിയിലേക്കും കാര്യങ്ങൾ മാറുന്നുണ്ട്. ഈ നടൻ ഇതുപോലെ പല പെൺകുട്ടികളോടും ശ്രമിച്ചിരുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു AI ജനറേറ്റഡ് ആണ് എന്നുള്ള അജ്മലിന്റെ വിശദീകരണം വില പോവാത്തൊരു സിറ്റുവേഷനിലേക്കാണ് കാര്യങ്ങൾ മാറുന്നത്. ഹരികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. അജ്മൽ അമീറിനെതിരെ കൂടുതൽ പെൺകുട്ടികൾ തൽക്കാലം നിയമപരമായ പരാതിയിലേക്ക് പോയിട്ടില്ല. പക്ഷേ ഇത്തരം ആരോപണങ്ങളുമായി അജ്മൽ അവരോടും മോശമായി പെരുമാറിയിട്ടുണ്ടെന്ന ആരോപണങ്ങളുമായി അജ്മലിന്റെ തന്നെ കമന്റ് ബോക്സിൽ എത്തുകയാണ്.